അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പിൻ്റെ വിജയകരമായ പരിസമാപ്തിക്കാണ് ഇക്കഴിഞ്ഞ ജൂലൈ 4 ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. ഹിഗ്സ് ബോസോൺ എന്ന കണത്തിൻ്റെ കണ്ടെത്തൽ. ആവേശകരമായ ഈ കണ്ടെത്തലിനെക്കുറിച്ച് ദൈവഗണത്തെ കാണാൻ കഴിഞ്ഞതായി പത്രങ്ങളിലൊക്കെ കാണുന്നു. എന്താണ് ഈ ദൈവഗണം? ശാസ്ത്രലോകത്ത് ഹിഗ്സ് ബോസോൺ എന്ന് വിളിക്കുന്ന ഒരു കണമാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ദൈവഗണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിലരതിനെ ആദിഗണം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൈവഗണം എന്ന പേര് ഒരു പരിഹാസ പേരാണ്. ലിയോൺ ലെഡർമാൻ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ ഗോഡ് ഡാംഡ് പാർട്ടിക്കിൾ എന്ന് ആണ് ആദ്യം ഈ കണത്തെ വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ കാരണം അന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് കണ്ടെത്താൻ കഴിയാത്ത വളരെ വിഷമം പിടിച്ച ഒരു കണം എന്നുള്ള അർത്ഥത്തിൽ, ശല്യക്കാരനായ ഒരു കണം എന്നുള്ള അർത്ഥത്തിലാണ് ഗോഡ് ഡാംഡ് പാർട്ടിക്കിൾ എന്നതിനെ വിളിച്ചത്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത അവസരത്തിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ എഡിറ്റർ ഈ പദത്തെ ഗോഡ് പാർട്ടിക്കിൾ, ദൈവഗണം എന്നാക്കി മാറ്റുകയായിരുന്നു. അത് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. ആ പേരാണ് ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ഹിഗ്സ് ബോസോൺ? ഹിഗ്സ് ബോസോൺ എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം കണികാ ഭൗതികത്തിലെ സ്റ്റാൻഡേർഡ് മോഡൽ എന്താണെന്ന് പറയണം. നമ്മൾ ഈ ഫിസിക്സിൽ എപ്പോഴും അന്വേഷിക്കുന്നത് ഒരു ലാളിത്യവും സൗന്ദര്യവും ഒക്കെയാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ ലക്ഷോപലക്ഷം വൈവിധ്യമാർന്ന പദാർത്ഥങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ അടിസ്ഥാനപരമായി കുറച്ചും കൂടി ലളിതമായ എന്തൊക്കെയോ ഘടകങ്ങൾ ചേർന്നതാണ് എന്നുള്ള ഒരു ചിന്ത പണ്ട് മുതലേ മനുഷ്യനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിലൊക്കെ എത്തിയത്. പിന്നീട് ആധുനിക കാലത്ത് നമ്മൾ ആറ്റം സിദ്ധാന്തത്തിലെത്തി. 92 ഇനം ആറ്റങ്ങൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥവും ഉണ്ടായിരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ എത്തിച്ചേർന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഈ ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, അതിനെ ചുറ്റിക്കറങ്ങുന്ന ഇലക്ട്രോണുണ്ട്. പിന്നീട് പല പരീക്ഷണങ്ങളുടെയും മറ്റനേകതരം കണങ്ങൾ പ്രകൃതിയിൽ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ഈ കണങ്ങൾ ഇതിനേക്കാൾ ലളിതമായ അടിസ്ഥാനപരമായ മറ്റ് കണങ്ങൾ ചേർന്നുണ്ടാകുന്നതാണോ എന്ന ചിന്ത സ്വാഭാവികമായിട്ടും ഭൗതിക ശാസ്ത്രജ്ഞർക്കിടയിൽ ഉണ്ടായി. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രകൃതി വളരെ ലളിതമാണ്, പ്രകൃതിയുടെ ഈ ലാളിത്യം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ്. ഇത് മാത്രമല്ല, പ്രകൃതിയിൽ ഈ സമമിതി അല്ലെങ്കിൽ സിമട്രി എന്ന് പറയുന്ന ഒരു ഗുണം എല്ലായിടത്തും കാണാനുണ്ട്. അപ്പോൾ ഈ ലാളിത്യവും സിമട്രിയും തേടിയുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മനുഷ്യൻ എത്തിച്ചേർന്ന ചില ആശയങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് 6 തരം ലെപ്റ്റോണുകളും 6 തരം ക്വാർക്കുകളുമാണ് പ്രപഞ്ചത്തിലുള്ളത്. ലെപ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ കണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇലക്ട്രോൺ, മ്യൂൺ, ടൗ കണം, അതുപോലെ തന്നെ ഈ 3 കണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 3 തരം ന്യൂട്രിനോകൾ, ഇങ്ങനെ 6 കണങ്ങളാണ് ലെപ്റ്റോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ചാം ക്വാർക്ക്, സ്ട്രെയിഞ്ച് ക്വാർക്ക്, ടോപ്പ് ക്വാർക്ക്, ബോട്ടം ക്വാർക്ക്, ഇങ്ങനെ 6 തരം ക്വാർക്കുകളും പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് സങ്കല്പം. ഈ ക്വാർക്കുകൾ അന്യോന്യം ചേർന്നിട്ടാണ് മറ്റ് കണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും ചേർന്നാൽ പ്രോട്ടോൺ ആവും. അതുപോലെ 2 ഡൗൺ ക്വാർക്കും 1 അപ്പ് ക്വാർക്കും ചേർന്നാൽ ന്യൂട്രോൺ ആവും. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന എല്ലാ കണങ്ങളെയും ഈ ക്വാർക്കുകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ 6 ലെപ്റ്റോണുകളും 6 ക്വാർക്കുകളും ചേർന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും
രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു സിദ്ധാന്തം ഉണ്ടായി വന്നു. ഇതാണ് കണികാ ഭൗതികത്തിലെ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കണങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പദാർത്ഥത്തിനും മാസ് അഥവാ പിണ്ഡം നൽകുന്ന ഒരു ഫീൽഡ് ഈ പ്രപഞ്ചം നിറഞ്ഞ് നിൽക്കുന്നുവെന്നും ആ ഫീൽഡ് ഹിഗ്സ് ഫീൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ക്വാണ്ടങ്ങൾ ഊർജ കണങ്ങൾ ആണ് ഹിഗ്സ് ബോസോൺ എന്നുമാണ് സങ്കല്പം. പ്രോട്ടോണും ഇലക്ട്രോണും ആകർഷിക്കുന്നത് പോലെ ക്വാർക്കുകൾ തമ്മിലും ആകർഷണമുണ്ടോ? തീർച്ചയായിട്ടും. ക്വാർക്കുകൾ തമ്മിൽ ആകർഷിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായ ആകർഷണം ക്വാർക്കുകൾ തമ്മിലാണ്. അതിന് സ്ട്രോങ് ഫോഴ്സ് അഥവാ സുശക്ത ബലം എന്നാണ് പറയുക. പ്രകൃതിയിൽ 4 തരം ബലങ്ങളാണ് ഉള്ളതായിട്ട് ശാസ്ത്രം പറയുന്നത്. ഒന്ന് ഗുരുത്വാകർഷണ ബലം. എല്ലാ പദാർത്ഥങ്ങളും തമ്മിൽ ഗുരുത്വാകർഷണം നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചാർജുള്ള കണങ്ങൾ തമ്മിൽ വിദ്യുത്കാന്തിക ബലം എന്ന ബലമാണുള്ളത്. അതുപോലെ ന്യൂട്രിനോ പോലെയുള്ള കണങ്ങൾ പദാർത്ഥവുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നത് വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ അശക്ത ബലം എന്ന രീതിയിലാണ്. ക്വാർക്കുകൾ തമ്മിൽ ഉള്ള പ്രതിപ്രവർത്തനം സ്ട്രോങ് ഫോഴ്സ് അഥവാ സുശക്ത ബലം എന്ന രീതിയിലാണ്. ഇപ്പം ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുക വിദ്യുത്കാന്തിക ബലമാണ്. ഒരു പ്രോട്ടോണോ ഇലക്ട്രോണോ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഊർജ കണം അല്ലെങ്കിൽ ക്വാണ്ടം ആണ് ഫോട്ടോൺ അല്ലെങ്കിൽ പ്രകാശകണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഈ 2 കണങ്ങളും തമ്മിൽ ഫോട്ടോണുകളെ അന്യോന്യം കൈമാറുകയാണ്. പ്രോട്ടോണിന് ഒരു ഫോട്ടോണിനെ കൈവിട്ട് കൊടുക്കുകയും തിരിച്ച് മറ്റൊരു ഫോട്ടോണിനെ പ്രോട്ടോൺ ഇലക്ട്രോൺ നൽകുകയും അങ്ങനെ അന്യോന്യം കൈമാറുക വഴിയാണ് ഒരു ഫോഴ്സ് നിലവിൽ വരുന്നത്, ഒരു ബലം നിലവിൽ വരുന്നത് എന്നാണ് കണികാ ഭൗതികത്തിലെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട്. വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ അശക്ത ബലത്തിന് 3 കണങ്ങളാണ് ഇങ്ങനെ കൈമാറാനുള്ളത്. W+, W-, Z0 എന്ന 3 തരം കണങ്ങളുണ്ട്. സ്ട്രോങ് ഫോഴ്സിന് അല്ലെങ്കിൽ സുശക്ത ബലത്തിന് ഗ്ലൂവോണുകൾ എന്ന് പറയുന്ന കണങ്ങളാണ് കൈമാറുന്നത്. 8 നിറങ്ങളിലുള്ള ഗ്ലൂവോണുകൾ ഉണ്ടെന്നാണ് സങ്കല്പം. അപ്പം 2 ക്വാർക്കുകൾ തമ്മിൽ എപ്പോഴെങ്കിലും ആകർഷിക്കുകയോ വികർഷിക്കുകയോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഈ ഗ്ലൂവോണുകളുടെ കൈമാറ്റമാണ് നടക്കുന്നത്. ഇതാണ് ബലത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട്. പത്രങ്ങളിൽ ഫെർമിയോണുകൾ, ബോസോണുകൾ എന്നൊക്കെ കാണുന്നു. എന്താണ് അവയൊക്കെ? എല്ലാ അടിസ്ഥാന കണങ്ങൾക്കും സ്വയംഭ്രമണം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സ്പിൻ എന്ന് പറയും. അപ്പം ഇലക്ട്രോണുകൾ, എല്ലാ ലെപ്റ്റോണുകളും ക്വാർക്കുകളും അര സ്പിൻ ഉള്ള കണങ്ങളാണ്. 1.5, 1.5, 2.5 ഒക്കെ ആകാം. ഇങ്ങനെ അർദ്ധ സ്പിന്നുള്ള കണങ്ങളെയാണ് സാധാരണഗതിയിൽ ഫെർമിയോണുകൾ എന്ന് പറയുക. ഫെർമിയോണുകളുടെ ഒരു പ്രത്യേകത ഒരേ അവസ്ഥയിലുള്ള ഒന്നിലേറെ അത്തരം കണങ്ങൾക്ക് ഒരേ സ്ഥലത്ത് നിൽക്കാനാവില്ല. ഉദാഹരണത്തിന് ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ഉള്ളിലെ ഷെല്ലെടുത്താൽ അതിൽ 2 ഇലക്ട്രോണിനെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഒരു ഇലക്ട്രോൺ ഇടത്തോട്ട് കറങ്ങുന്ന കണമാണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ വലത്തോട്ട് കറങ്ങുന്നതായിരിക്കും. മൂന്നാമതൊരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഊർജം ഉള്ള അടുത്ത തലത്തിലേക്ക് പോകേണ്ടി വരും. ഈ പ്രത്യേകതയാണ് നമ്മൾ പോളിയുടെ അപവർജന നിയമം, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പാലിക്കുന്ന കണങ്ങളാണ് ഫെർമിയോണുകൾ എന്ന് നമുക്ക് പൊതുവെ പറയാം. ഇതുപോലെ തന്നെ മറ്റൊരു തരം കണങ്ങളാണ് ബോസോണുകൾ. അവയ്ക്ക് ഇങ്ങനത്തെ യാതൊരു പ്രതിബന്ധവും ഇല്ല. എത്ര കണങ്ങൾക്കും ഒരേ ഊർജാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ എസ്.എൻ. ബോസ്, സത്യേന്ദ്രനാഥ് ബോസാണ് ഈ കണങ്ങളുടെ പ്രത്യേകത ആദ്യമായിട്ട് അവതരിപ്പിച്ചത്.
ബോസോണുകൾക്കെല്ലാം തന്നെ സ്പിൻ 0, 1, 2 ഇങ്ങനെ പൂർണ്ണ സംഖ്യകൾ ആയിരിക്കും. ഉദാഹരണത്തിന് പ്രകാശ കണം ഫോട്ടോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 1 ആണ്. എസ് എൻ ബോസിൻ്റെ ഈ രംഗത്തുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? ബോസ് ഈ കണങ്ങളുടെ സവിശേഷത മനസ്സിലാക്കി അവ നിരവധി എണ്ണം ഒന്നിച്ചു ചേരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്, അഥവാ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗണിതപരമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻ, ഒരു സമീകരണം തയ്യാറാക്കി ഒരു ഇംഗ്ലീഷ് ജേർണലിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധം ആ ഇംഗ്ലീഷ് ജേർണലിൽ പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം ഉടനെ തന്നെ ഇത് ഐൻസ്റ്റൈൻ അയച്ചു കൊടുത്തു. ഐൻസ്റ്റൈൻ ഇതൊരു ക്വാണ്ടം മെക്കാനിക്സിലെ തന്നെ ഒരു പുതിയ ശാഖയാണ്, ശാസ്ത്രശാഖയായിട്ട് വളർന്നു വരേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ട് ഉടൻ തന്നെ ഒരു ജർമ്മൻ മാസികയിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നീട് ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നത്. ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പുതിയ ശാസ്ത്രശാഖയുടെ തുടക്കമായിരുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നിരവധി പേര് ഈ ബോസോണുകളെക്കുറിച്ച് പിന്നീട് പഠനം നടത്തി നോബൽ സമ്മാനം അടക്കം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് ആവിഷ്കരിച്ച ബോസ് അവഗണിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. ലെപ്റ്റോണുകളും ക്വാർക്കുകളും 6 തരമാണല്ലോ ഉള്ളത്. ഏതൊക്കെ കണങ്ങളാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് 6 ക്വാർക്കുകളും 6 ലെപ്റ്റോണുകളുമാണ് ഉള്ളതെങ്കിലും നേരത്തെ അറിയാവുന്ന വാഹക കണങ്ങൾ, ബലത്തിൻ്റെ വാഹക കണങ്ങൾ 5 ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഫോട്ടോൺ, വിദ്യുത് കാന്തിക ബലത്തിൻ്റെ വാഹക കണം. അതുപോലെ തന്നെ W+, W- Z0 അശക്ത ബലത്തിൻ്റെ വാഹകർ. സുശക്ത ബലത്തിൻ്റെ വാഹകരായിട്ട് ഗ്ലൂവോണുകൾ. അങ്ങനെ 5 തരം കണങ്ങളെയാണ് അല്ലെങ്കിൽ ബോസോണുകളെയാണ് നേരത്തെ കണ്ടെത്തിയത്. ഇത് ഒരു സമമിതിയുടെ ഒരു കുറവ് ഇതിലനുഭവപ്പെട്ടു. ഇതും കൂടി 6 ഉണ്ടെങ്കിൽ ഫിസിക്സിൽ നല്ല ഒരു സൗന്ദര്യാത്മകമായ ഒരു സമമിതി കണ്ടെത്താൻ കഴിയും. ഈ സമമിതിയുടെ പ്രശ്നം മാത്രമല്ല, മറ്റൊരു പ്രശ്നവും കൂടി നേരിടുകയുണ്ടായി. അത് ഈ സ്റ്റാൻഡേർഡ് മോഡൽ ആവിഷ്കരിച്ചത് അബ്ദുസലാമും ഗ്ലാഷോയും വീൻബർഗും ഒക്കെ ചേർന്നിട്ടാണ്. അതിൻ്റെ ഈ അശക്ത ബലത്തെയും ഈ വിദ്യുത് കാന്തിക ബലത്തെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്യുത് അശക്ത ബലം എന്ന ഒരു സങ്കല്പം അവതരിപ്പിച്ചത് തന്നെ അവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അവരുടെ ഡെറിവേഷനിലൊന്നും തന്നെ കണങ്ങൾക്കൊന്നും മാസില്ല. സ്വാഭാവികമായിട്ടും ശരിയായ ഫിസിക്സിൽ ശരിയായ ഒരു നിർദ്ധാരണം നടത്തുകയാണെങ്കിൽ മാസ് കൂടി അതിൽ വരേണ്ടതാണ്, പിണ്ഡം കൂടി വരേണ്ടതാണ്. പക്ഷേ കണങ്ങൾക്കൊന്നും തന്നെ പിണ്ഡമുള്ളതായിട്ട് അവരുടെ ഈ നിർദ്ധാരണത്തിൽ കണ്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പദാർത്ഥങ്ങൾക്ക് പിണ്ഡം കിട്ടുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വന്നു. ആ ഘട്ടത്തിലാണ് നിരവധി ശാസ്ത്രജ്ഞന്മാർ ഏതാണ്ട് ഒരേ കാലത്ത് ഏതാണ്ട് ഒരേ ആശയം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ കൃത്യതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഹിഗ്സിൻ്റെ ആശയമാണ് ഇന്ന് പൊതുവിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഹിഗ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഹിഗ്സ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. ഈ ഹിഗ്സ് ഫീൽഡിൻ്റെ ക്വാണ്ടങ്ങൾ ആയിട്ട് ഹിഗ്സ് കണങ്ങൾ ഉണ്ട്. അവയ്ക്കാണ് മാസുള്ളത്. മറ്റൊരു കണത്തിനും സ്വാഭാവികമായിട്ടും മാസില്ല. ഈ ഹിഗ്സ് കണങ്ങളുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് മറ്റ് കണങ്ങൾക്ക് മാസ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ ഹിഗ്സ് ഫീൽഡിൽ കൂടി ചലിക്കുമ്പം ഈ ഹിഗ്സ് കണങ്ങളുമായിട്ട് പ്രതിപ്രവർത്തിക്കും. അപ്പോൾ ഇലക്ട്രോണിനും മാസ് കിട്ടും. അതുപോലെ തന്നെ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ പ്രതിപ്രവർത്തിക്കാത്ത കണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫോട്ടോൺ.
പ്രകാശകണം പ്രതിപ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ ഗ്ലൂവോൺ പ്രതിപ്രവർത്തിക്കില്ല. ന്യൂട്രിനോ വളരെ ദുർബലമായിട്ട് പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പ്രതിപ്രവർത്തിക്കാത്ത കണങ്ങൾക്കൊന്നും തന്നെ മാസ് ഉണ്ടാവില്ല. ദുർബലമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നവയ്ക്ക് വളരെ കുറഞ്ഞ മാസേ ഉണ്ടാവുള്ളൂ. ഇതാണ് പദാർത്ഥത്തിന് മാസ് കിട്ടുന്നതിനെ സംബന്ധിച്ച് ഹിഗ്സ് അവതരിപ്പിച്ച ഒരു ചിത്രം. ഹിഗ്സ് ബോസോണിനെ കണ്ടെത്താനായത് ഇപ്പോഴാണല്ലോ. നേരത്തെ ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? അത് ശരിയാണ്. ഈ ആശയം വരുന്ന കാലത്ത്, അത് ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പാണ് ഹിഗ്സ് ഇത് അവതരിപ്പിക്കുന്നത്. ആ കാലത്ത് ഇങ്ങനെ ഒരു കണമുള്ളതിൻ്റെ ഒരു തെളിവുണ്ടായിരുന്നില്ല. മാത്രമല്ല, സിദ്ധാന്തം അനുസരിച്ച് അതിൻ്റെ മാസ് വളരെ വളരെ വലുതാണ്. അതിനെ കണ്ടെത്താൻ പറ്റിയ ഒരു സംവിധാനവും അന്ന് സാധ്യമായിരുന്നില്ല. പക്ഷേ അബ്ദുസലാമും കൂട്ടരും രസകരമായ ഒരു കണ്ടെത്തൽ നടത്തി. അവർ സൈദ്ധാന്തികമായിട്ട് ഹിഗ്സിൻ്റെ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഡബ്ല്യു മെസോണിൻ്റെയും ഡബ്ല്യു കണത്തിൻ്റെയും അതുപോലെ തന്നെ സെഡ് കണത്തിൻ്റെയും മാസ് തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ താരതമ്യപ്പെടുത്തിയപ്പം ഡബ്ല്യു കണത്തേക്കാൾ 1.15 ഇരട്ടിയായിരിക്കും ഈ സെഡ് കണത്തിൻ്റെ മാസ് എന്ന നിഗമനത്തിലെത്തി. അന്ന് സെഡ് കണത്തെ കണ്ടെത്തിയിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സെഡ് കണത്തെ 1980-ലാണെന്ന് തോന്നുന്നു, സെഡ് കണത്തെ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ മാസ് അളന്നപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹം പ്രവചിച്ച മാസ് തന്നെ എന്ന് കണ്ടു. അതിനർത്ഥം ഹിഗ്സിൻ്റെ ആശയം അടിസ്ഥാനപരമായി ശരിയാണ്. അങ്ങനെ ഗണിതപരമായിട്ടാണ് ആദ്യമായിട്ട് അതിന് തെളിവ് കണ്ടെത്തുന്നത്. പക്ഷേ നേരിട്ട് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത് അന്ന് അസാധ്യമായിരുന്നു. അതിന് ആവശ്യമായ ഊർജം, രണ്ട് കണങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ടാണ് ഹിഗ്സ് ബോസോണിനെ ഉണ്ടാക്കേണ്ടത്. ഈ ന്യൂക്ലിയർ ഫിസിക്സിലെ എല്ലാ പ്രധാന പരീക്ഷണങ്ങളും കണങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ്. അപ്പം രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഹിഗ്സ് ബോസോൺ ഉണ്ടാകും. ഇത്രയും ഭാരിച്ച ഒരു കണത്തെ ഉണ്ടാക്കണമെങ്കിൽ കൂട്ടിമുട്ടുന്ന കണങ്ങളുടെ ഊർജം പ്രോട്ടോൺ ആണെങ്കിൽ അത് നിരവധി ട്രില്യൺ ഇലക്ട്രോൺ വോൾട്ട് വരും. ലക്ഷം കോടി ഇലക്ട്രോൺ വോൾട്ടാണ് ട്രില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ. അത്രയും ഊർജ്ജമുള്ള കണങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ആക്സലറേറ്ററുകൾ, ചരിത്രങ്ങൾ അക്കാലത്ത് നിർമ്മിച്ചിരുന്നില്ല. അത് ഉണ്ടാക്കാനെടുത്ത കാലമാണ് ഈ ഒരു അരനൂറ്റാണ്ട് എന്ന് പറയുന്നത്. അത്തരമൊന്ന് ആശയത്തിൽ വികസിപ്പിച്ച് അതിനെ നിർമ്മിച്ചെടുക്കാനെടുത്ത കാലമാണ്. അങ്ങനെയാണ് ജനീവയിൽ LHC എന്ന് പറയുന്നത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉണ്ടാക്കുന്നതും അതിലൂടെ പ്രോട്ടോണിനെ 4 ട്രില്യൺ ഇലക്ട്രോൺ വോൾട്ട് വരെ അതിൻ്റെ ഊർജം വർദ്ധിപ്പിച്ച ശേഷം അതിനെ പരസ്പരം കൂട്ടിമുട്ടിച്ചതും. അതിൻ്റെ ഫലമായിട്ടാണിപ്പം ഈ കണങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഹിഗ്സ് കണങ്ങളുടെ മാസ് ഏതാണ്ട് 133 പ്രോട്ടോണുകളുടെ മാസിന് തുല്യമാണെന്നാണ്. ഈ അതിൻ്റെ ഊർജം 125.3 GeV ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹിഗ്സ് ബോസോൺ അയഥാർത്ഥമായ കണമാണെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ ഇപ്പോഴും നമുക്ക് വളരെ കൃത്യമായൊരു ചിത്രം ഇതിനെക്കുറിച്ച് നൽകാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യുത് കാന്തിക ക്ഷേത്രം ഒരു ചാർജുള്ള കണത്തിന് ചുറ്റുമുണ്ട്. ചാർജുള്ള കണങ്ങൾ തമ്മിൽ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുമ്പം അവ തമ്മിൽ ഫോട്ടോണുകളെ കൈമാറും. ഈ ഫോട്ടോണുകൾ എന്ന് പറയുന്നത് വിദ്യുത് കാന്തിക ക്ഷേത്രത്തിൻ്റെ ക്വാണ്ടങ്ങളാണ്. ഈ ക്വാണ്ടങ്ങൾ ഈ അപ്പോൾ ഉണ്ടാകുന്നതാണോ അതോ നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉദിക്കും. പരസ്പരം ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുമ്പം ഈ ചുറ്റുമുള്ള ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വെർച്വൽ ഫോട്ടോൺസാണിവ. നമുക്കതിനെ കാണാനോ തിരിച്ചറിയാനോ കഴിയില്ല. വെർച്വൽ ഫോട്ടോണിൻ്റെ കൈമാറ്റം വഴിയാണ് പദാർത്ഥങ്ങൾ ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. ഹിഗ്സ് കണം തന്നെ എടുക്കുക. ഹിഗ്സ് കണം ഹിഗ്സ് ഫീൽഡിൻ്റെ ക്വാണ്ടങ്ങളാണ്. അത് വെർച്വലാണ്, അയഥാർത്ഥമായിട്ടുള്ള കണങ്ങളാണ്. അതിനെ റിയലായിട്ടുള്ള ശരിക്കും നിലനിൽക്കുന്ന കണങ്ങളാക്കണമെങ്കിൽ, നമുക്ക് കാണാൻ കഴിയുന്ന കണങ്ങളാക്കണമെങ്കിൽ നമ്മൾ അതിന്
125.3 GeV കൂടുതൽ ഊർജ്ജം അതിന് നൽകണം. അങ്ങനെ ഊർജ്ജം നൽകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അത് സ്വതന്ത്രമാകും. അപ്പം നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതിനർത്ഥം ഈ കണങ്ങൾ പ്രതിപ്രവർത്തിക്കുമ്പോൾ മാത്രം രംഗത്ത് വരുന്ന കണങ്ങളാണ്. ഇപ്പം ഏതൊരു കണവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെപ്റ്റോൺ ആയാലും അല്ലെങ്കിൽ ക്വാർക്കായാലും ഈ ക്ഷേത്രവുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഹിഗ്സ് ബോസോണിൻ്റെ പ്രാധാന്യം ഉള്ളത്. അർപ്പണബോധത്തിലൂന്നിയ അക്ഷീണമായ മനുഷ്യപ്രയത്നത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന നിഗൂഢമായ പ്രപഞ്ച സത്യങ്ങൾ മാനവരാശിയുടെ ഭാവിയെ കൂടുതൽ ദീപ്തമാക്കാൻ ഉതകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.